ഹലോ ഗ്രാൻഡിഡിക്ക് യൂട്യൂബ് ചാനലിൻ്റെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ആണ്. ഞാൻ വലിയ സൈസിലുള്ള രണ്ട് കിഴങ്ങാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു ഫ്രൈ ആണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിതാ ഒരു കിഴങ്ങ് ഇവിടെ കളയും അതിൻ്റെ തൊലി ഒന്നേ. രണ്ട് കിഴങ്ങ് നമുക്കൊന്ന് തൊലി ചെത്തി നമുക്ക് വെള്ളത്തിലൊന്ന് ഇട്ടിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ കിഴങ്ങ് ഞാൻ തൊലിയൊക്കെ ചെത്തി വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെള്ളത്തിൽ കിടക്കട്ടെ, കാരണം നമുക്കിത് ഫ്രൈ ചെയ്യാൻ നേരത്തെ ഞാനിത് അരിഞ്ഞിടുന്നുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി ഒരു 2 അല്ലി എടുത്ത് ഞാൻ നരിഞ്ഞാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്കൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് ഈ പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. ഇതെല്ലാം നമ്മളിതാ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മൈദ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മൈദ ഇവിടെ ഇട്ടിട്ട് ബാക്കി ഇവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മുളകും ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി എല്ലാം കൂടെ നമുക്കിതിലേക്കിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് പാകത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി, എരിവൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് നന്നായിട്ട് ഇളക്കാം. അതുപോലെ തന്നെ ഒരു സ്പൂണ് നമ്മുടെ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒത്തിരി വെള്ളം കൂടി പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇത് ഇളക്കിയെടുത്ത് വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഫ്രൈ ആണിത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൈ ആണേ. ഇപ്പോൾ അധികം സാധനങ്ങളൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. കിഴങ്ങ് നമ്മൾ വേവിക്കുന്നില്ല കേട്ടോ. കിഴങ്ങ് വേവിക്കാതെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് നമ്മൾ മാവ് ഈ പരുവത്തിലാണ് ആകേണ്ടത് കേട്ടോ. അവിടെ ഒത്തിരി വെള്ളവും ചേർക്കാൻ പാടില്ല. അപ്പം നമ്മൾ നല്ല തിക്കായിട്ട് വേണം ഇത് നമുക്ക് എടുക്കാനായിട്ട്. ഇതിലേക്കാണ് നമ്മുടെ കിഴങ്ങ് നമുക്ക് മുക്കി നമ്മൾ വറക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ കിഴങ്ങൊന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ മുമ്പേ കിഴങ്ങ് തൊലിയൊക്കെ ചെത്തി നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളത്തിലിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കറ ഇറങ്ങുന്നതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടത്. ഇനി നമ്മൾ ഇത് സ്ലൈസർ വെച്ച് നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. ഞാൻ ആ വെള്ളത്തിലോട്ട് തന്നെ കേട്ടോ ഇത് അരിഞ്ഞിടുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കറയല്ല ഇതിനെ ഇളകി അതിൻ്റെ കളറൊക്കെ അങ്ങ് പോവും. അതുകൊണ്ട് അപ്പം ഇങ്ങനത്തെ സ്ലൈസർ ഉണ്ടെങ്കിൽ അതാണ് എളുപ്പം. അല്ലെങ്കിൽ നമുക്ക് അരിഞ്ഞെടുത്ത ഇത്ര കട്ടി കുറവായിട്ട് നമുക്ക് കിട്ടത്തില്ല. ഇതുണ്ടെങ്കിൽ നമുക്ക് അതാണ് എളുപ്പം. ഇതാ ഈ കട്ടിയിലാണിത് നമുക്ക് കിട്ടുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് എണ്ണ അടുപ്പിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ ചൂടാക്കി എണ്ണ എടുക്കുവാണേ. ഇതിട്ടതിന് ശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ആ വെള്ളത്തിൽ നിന്ന് തന്നെ എടുത്ത് ഞാൻ നമ്മുടെ മാവിലേക്ക് നമ്മൾ മുക്കിയാണ് നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. നന്നായിട്ട് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് മാവിൽ മുക്കി എടുത്തിട്ട് നമുക്ക് എടുത്ത എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്നും എടുത്ത് നമുക്ക് അങ്ങനെ ചെയ്ത് നമുക്ക് എടുക്കാം. നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുന്ന വരെ നമ്മൾക്ക് എണ്ണയിലിട്ട് നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുത്താണ് നമ്മളിത് എടുക്കുന്നത്.
അപ്പോൾ ഇതാ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഒരു സൈഡ് ശരിയായി. നമുക്കിനി ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് റെഡിയാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സഹായിക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പൊട്ടറ്റോ ഫ്രൈ ചെയ്തു കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നല്ല മൊരിഞ്ഞിട്ട് ശേഷം നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കാവുള്ളൂ. അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാണ് ഇതിപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം. നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ഫ്രൈ ആണേ. അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.